ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് വിഹ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ വീഡിയോയും എന്നത്തെ കണക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇതിൽ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. ഈ മുടി ഒഴിച്ചിലിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചോദിച്ച് അതിന് വല്ല ടിപ്സോ ഉണ്ടോ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. ഒത്തിരി പേരെ കണക്ക് എന്നെ എഫക്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ മുടി കൊഴിച്ചിൽ. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന ടൈമൊന്നും മുടി കൊഴിച്ചിലെന്ന് പറയുന്ന സംഭവമേ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. മുടി കൊഴിച്ചിൽ അങ്ങനെ ഞാൻ നേരിട്ടിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന ടൈം ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കാണ് കൊറോണ വരുന്നതിന് ഒരു മാസം മുന്നേ. കൊറോണ വന്നതിന് ശേഷം മുടി കൊഴിച്ചിലൊക്കെ വരുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ കൊറോണ വരുന്നതിന് ഒരു മാസം മുന്നെയാണ് കറക്റ്റ് എനിക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങിയത്. അതുവരെ മുടി കൊഴിയാത്ത എനിക്ക് ഒരു ഏരിയയിലുള്ള ഒരു 5-6 മുടി നമ്മൾ ചേർന്നിരിക്കത്തില്ലേ, അത് മൂടോടെയായിരുന്നു വരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും എല്ലാവരെയും കണക്ക് തന്നെ എവിടെ നോക്കിയാലും, തറയിൽ നോക്കിയാലും കട്ടിലിൽ നോക്കിയാലും എല്ലായിടത്തും മുടി, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. അതുവരെ ഞാൻ നന്നായിട്ട് മുടി കെയർ ചെയ്യുന്ന ആളായിരുന്നു കേട്ടോ. അതുവരെ എന്നല്ല, ഞാൻ എപ്പോഴും മുടി നന്നായിട്ട് ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ മുമ്പെന്നൊക്കെ പറഞ്ഞാൽ കഞ്ഞിവെള്ളം ഡെയിലി നൈറ്റ് കുളിക്കുന്നതിന് മുന്നേ തലയോട്ടി തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ കഴുകിക്കളയായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ നന്നായിട്ട് നല്ലൊരു കണ്ടീഷനിലിരിക്കും കേട്ടോ. പിന്നെ കൂടെ ഈ മുട്ടയുടെ വെള്ള ഒക്കെ തലയോട്ടി തേക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നു. ഡെയിലി തല കുളിക്കാറില്ല. നമ്മളിപ്പം ഇന്ന് നന്നായിട്ട് എണ്ണ തേച്ച് തലയിൽ വെച്ചതിന് ശേഷം ഇന്ന് വൈകിട്ട് ഷാമ്പൂ ഒക്കെ തേച്ച് മുടി കഴുകിയതിന് ശേഷം പിന്നെ പിറ്റേന്ന് തല കുളിക്കാറില്ല. കഴിയുമ്പോൾ തല കുളിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് വയ്ക്കും. എന്നിട്ട് ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും താളി എന്തെങ്കിലും യൂസ് ചെയ്ത് കഴുകും. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ കൊറോണ വരുന്നതിന് ഒരു മാസം മുന്നേ എന്ത് പറ്റിയെന്ന് എനിക്കറിഞ്ഞൂടാ. പെട്ടെന്നാണ് എനിക്ക് മുടി കൊഴിച്ചിൽ വന്നത്. പക്ഷെ അത് വന്നേ പിന്നെ ഒരു കുറവില്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിന് ഒരു 3-4 മാസം എന്തോ കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പാ ചെയ്ത ശേഷം ഒരു 2-3 മാസം മുടി കൊഴിച്ചിലേ ഇല്ലായിരുന്നു കേട്ടോ. അതെന്ത് സ്പാ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 700 സംതിങ് എന്തോ ആയിരുന്നു ഞാൻ ചെയ്ത ടൈമിൽ. അത് ചെയ്തതിന് ശേഷം മുടി കൊഴിച്ചിലേ ഇല്ലായിരുന്നു. താരൻ പോയി, എൻ്റെ തലയിലുണ്ടായിരുന്ന കംപ്ലീറ്റ് താരൻ പോയി. പേനും നീരും ഒന്നുമില്ല. തല ഫുള്ള് ക്ലീനായി. മുടി കൊഴിച്ചിലേ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഒരു മുടി ഒഴിച്ചിലൊക്കെ മാറി, സ്പാ ചെയ്ത് മുടി ഒഴിച്ചിലൊക്കെ മാറിയപ്പോൾ പിന്നെ ഞാൻ മുടി വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെയായി. പിന്നെ എപ്പോഴും മുടി അയച്ചിട്ടുണ്ട്. പുറത്ത് പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും മുടി അയച്ചിട്ടുണ്ടൊക്കെ ആയിരുന്നു പൊക്കോണ്ടൊക്കെ ഇരുന്നത്. അങ്ങനെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മുടി ഒഴിച്ചിൽ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ നോക്കിയപ്പോഴത്തേക്കാണ് റോസ്മേരിയുടെ വീഡിയോ ഉണ്ടത് കേട്ടോ. റോസ്മേരി എസൻഷ്യൽ ഓയിൽ അതിനെയൊക്കെ കുറിച്ച് പരസ്യമൊക്കെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ റോസ്മേരി പാക്കറ്റിൽ വരും 180 എത്രയോ റേറ്റുള്ളൂ കേട്ടോ. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് തന്നെ എണ്ണ കാച്ചി യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഇതിൽ വന്നിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് പ്യുവർ വെളിച്ചെണ്ണയും വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ച് പിന്നെ ആവണക്കെണ്ണയും വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റും വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ തന്നെ ഓയിലുണ്ടാക്കി അത് യൂസ് ചെയ്ത ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നന്നായിട്ട് മുടി ഒഴിഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ നന്നായിട്ട് മുടി ഒഴിച്ചില്ലായിരുന്നു. പക്ഷേ അത് ഉപയോഗിച്ച ശേഷം നല്ല രീതിക്ക് കുറഞ്ഞു. ഇപ്പോഴും കൊഴിയുന്നുണ്ട്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് ഒരു 10 മുടിക്കകത്തൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുപാട് മുടി, കട്ടിലിന് മുടി, തറയിൽ മുടി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്കും ചേട്ടനും ഒക്കെ. അത് യൂസ് ചെയ്ത് നന്നായിട്ട് മുടി ഒഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പോഴും കൊഴിയുന്നുണ്ടില്ല, നല്ല കൊഴിയുന്നുണ്ട്. പക്ഷേ മുമ്പത്തെ അപേക്ഷിച്ച് നല്ല രീതിക്ക് കുറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എണ്ണ ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാം. ആദ്യം നമ്മൾ പ്യുവർ വെളിച്ചെണ്ണ എടുത്ത് അതിനെ ഒരു നല്ല കട്ടിയുള്ള ഇരുമ്പ് ചട്ടിയിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റോസ്മേരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കളർ മാറും. നമ്മൾ കാച്ചി എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള ഒരു ഗോൾഡൻ ഗ്രീൻ കളറിലോട്ട് ഇതാവും. അപ്പോൾ ആ ഒരു ടൈം വരെ ഇത് നന്നായിട്ട് ചൂടാക്കണം. കരിയാൻ പാടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം തന്നെ ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിത് നന്നായിട്ട് തണുക്കുമ്പോഴത്തേക്കും ഇതിനെ അരിച്ച് ടിന്നില്ലേ അതിലേക്ക് നമുക്ക് ഈ എണ്ണ മാറ്റാം. അരിച്ചൊഴിക്കണം. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് തിളപ്പിച്ചെടുത്ത എണ്ണയെ തണുത്ത ശേഷം അതിലേക്ക് അരിച്ചൊഴിച്ച് വെക്കുക. അതേ നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത എണ്ണയുടെ സെയിം അളവിൽ തന്നെ ആവണക്കെണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചൂടാക്കിയെടുത്ത എണ്ണയുടെ സെയിം അളവിൽ തന്നെ, ഇപ്പം നമ്മളിപ്പോൾ എത്ര മില്ലി എടുക്കുന്നോ അതേ അളവിൽ തന്നെ ആവണക്കെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് തണുത്ത ശേഷമേ ആവണക്കെണ്ണ ഇതിലേക്ക് മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം
വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് ഒരു 3 2 അതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, കുലുക്കുക. അപ്പം അത് നന്നായിട്ട് മിക്സ് ആവും. ഈ എണ്ണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം വരും കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് കുളിക്കുന്നതിന് മുന്നേ തലയിൽ നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് മസാജ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഈ സംഭവം നമുക്ക് ഡെയിലി ചെയ്യേണ്ട. ഇപ്പം ഇന്ന് എണ്ണ തേക്കുന്നെങ്കിൽ നാളെ നമുക്കത് തേക്കേണ്ട, സാരമില്ല, മറ്റന്നാൾ യൂസ് ചെയ്താലും മതി. അങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം വരും കേട്ടോ. എന്നിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒക്കെ തല നന്നായിട്ട്, പെൺകുട്ടികളാണ്, ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല ഈ എണ്ണ ഉപയോഗിച്ചെന്നും പറഞ്ഞ്. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുടി നന്നായിട്ട് പിന്നിയിട്ടിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഹെയറിൽ നല്ല നല്ല പാക്കുകൾ, താളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. മുടി ഒഴിച്ചിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്നതും കൂടെ അനുസരിച്ചിരിക്കും കേട്ടോ. വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മുടി മാക്സിമം പിന്നിയിട്ടുകൊണ്ട് പോകാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുടി ഒഴിച്ചിൽ കുറേ കൂടെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ മാസം തോറും ഓരോ സ്പായെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സ്പായും കൂടെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഓയിലും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് നല്ല മാറ്റം വരും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ ബൈ.